നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. PR അനുസ്മരണത്തിന് തുടക്കമായി. പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ സോഷ്യലിസ്റ്റും ഗ്രന്ഥശാല പ്രവർത്തകനുമായ K. കുമാരൻ ജ്യോതി തെളിയിച്ചതോടെ ഒരു മാസം കാലം നീണ്ടുനിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായി. തുടർന്ന് PR അരങ്ങിൽ ശ്രീധരൻ, കുഞ്ഞിരാമൻ കുറുപ്പ്, ചന്ദ്രശേഖരൻ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്താളുകളിൽ സ്വന്തം അധ്യായം സ്വർണ്ണലിപികളാൽ എഴുതി ചേർത്ത മുൻ മന്ത്രിയും പ്രമുഖ സോഷ്യലിസ്റ്റ് നേതാവുമായിരുന്ന PR കുറുപ്പിന്റെ 25ാം ചരമവാർഷിക ആചരണത്തിന് പുത്തൂരിൽ തുടക്കമായി. പുത്തൂരിലെ സ്മൃതി മണ്ഡപത്തിൽ സോഷ്യലിസ്റ്റും ഗ്രന്ഥശാല പ്രവർത്തകനുമായ K. കുമാരൻ ജ്യോതി തെളിയിച്ചതോടെയാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന PR അരങ്ങിൽ ശ്രീധരൻ, കുഞ്ഞിരാമക്കുറുപ്പ്, ചന്ദ്രശേഖരൻ അനുസ്മരണ സമ്മേളനം രാഷ്ട്രീയ ജനതാദൾ ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴും നമ്മുടെ എല്ലാം മനസ്സിൽ സജീവമായ അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുള്ള, പണ്ട് ആത്മീയ ഇങ്ങനെ ഹനുമാൻ നെഞ്ചു പിളർന്ന് കാണിക്കുന്നുണ്ട് ശ്രീരാമനെ. അതുപോലെ ഇവിടെയുള്ള ഓരോ സോഷ്യലിസ്റ്റുകാരൻ്റെയും നെഞ്ചു പിളർക്കുമ്പോൾ കാണുന്ന ചിത്രം സഖാവ് PR-ൻ്റെതായിരിക്കും. ജീവിച്ചിരിക്കുമ്പോൾ ഒരുപക്ഷെ സംസ്ഥാനത്തിൽ ആദ്യമായി ജീവിക്കുന്ന സോഷ്യലിസ്റ്റിന് ഒരു മന്ദിരം നിർമ്മിച്ചത് ഈ പാനൂരിലാണ്, PR-ന്റെ പേരിൽ. ഇവിടെയുള്ള വീടുകളിലൊക്കെ ദൈവത്തിന്റെ ചിത്രം വെക്കാറുണ്ട്, ദേവികളുടെ ചിത്രം വെക്കാറുണ്ട്. അതോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ചിത്രം, ഉള്ള ചിത്രം സഖാവ് PR-ന്റേതാണ്. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ PK പ്രവീൺ അധ്യക്ഷത വഹിച്ചു. ഇവിടെ പ്രവർത്തിക്കുകയും അതനുസരിച്ച് അദ്ദേഹത്തിന് ചേർന്ന് നിന്നുകൊണ്ട് എല്ലാ മേഖലയിലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച ആളുകളാണ് ഇന്ന് സഖാവ് PR-ന്റെ പരിപാടി എന്ന് പറയുമ്പോൾ ഇവിടെ എത്തിച്ചേർന്നത്. സഖാവ് PR-നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്നോട് ചേർന്നിരുന്ന ആളുകളെ, തന്റെ സഖാക്കളെ തന്റെ സ്വന്തമെന്നോ ശത്രുവെന്നോ നോക്കാതെ ഏതൊരാവശ്യത്തിന് ആര് വന്നാലും ശത്രുവോ മിത്രമോ നോക്കാതെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോയ കാലഘട്ടത്തിലൂടെയാണ് സഖാവ് PR-ന്റെ പ്രവർത്തനം പോയത്. സോഷ്യൽ പ്രസ്ഥാനത്തെ
ഈ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലും ഉയർത്തിക്കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ സഖാ PR നേതൃത്വം കൊടുത്തിരുന്നു. KP മോഹനൻ MLA, RJD ജില്ലാ പ്രസിഡന്റ് VK ഗിരിജൻ, KP ചന്ദ്രൻ മാസ്റ്റർ, KP പ്രശാന്ത്, രവീന്ദ്രൻ കുന്നോത്ത്, TP അബൂബക്കർ ഹാജി, OP ഷീജ എന്നിവർ സംസാരിച്ചു. മറ്റു നേതാക്കന്മാരെയൊക്കെ തന്നെ അനുസ്മരിക്കുന്നത് അവരെ ഓർക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവർ ചെയ്ത പ്രവർത്തനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ മണ്ഡലത്തിൽ പാർട്ടി ശക്തമായിട്ട് കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാനുള്ള ആദ്യപടിയായിട്ടാണ് ഇതിനെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുടുംബ സംഗമങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ട് ആ കുടുംബ സംഗമത്തിൽ നമ്മുടെ പാർട്ടിയുടെ പ്രാദേശിക തലത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് അവിടെ നല്ല പ്രഭാഷണം നടത്തിക്കൊണ്ട് പ്രത്യേകിച്ച് മഹിളകളടക്കം പങ്കെടുത്തുകൊണ്ട് ആ പ്രദേശത്ത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അവിടെയാണ് നമുക്ക് വേണ്ടത്, അവിടെയാണ് നമുക്ക് പാകപ്പിഴകൾ ഉണ്ടായത്. പ്രാദേശിക തലത്തിലുള്ള ഒരു കെട്ടിപ്പടുക്കലിന് അല്ലെങ്കിൽ പ്രവർത്തനത്തിന് നമ്മളൊക്കെ തന്നെ എല്ലാവരും തന്നെ ആത്മാർത്ഥതമായിട്ട്, ഞാൻ കുറ്റമായിട്ട് പറയുന്നില്ല, യഥാർത്ഥത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് തെറ്റില്ല എന്ന് എനിക്ക് തോന്നുകയാണ്. ജനറൽ കൺവീനർ P ദിനേശൻ സ്വാഗതവും O മോഹനൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. സ്മൃതി മണ്ഡപത്തിൽ നടന്ന പുഷ്പാർച്ചനക്ക് മനയത്ത് ചന്ദ്രൻ, KP മോഹനൻ MLA, ഉഷ രാരോത്ത്, K റൂസി മാസ്റ്റർ, TV ഇബ്രാഹിം, CK ദാമോദരൻ, പന്നിന്നൂർ രാമചന്ദ്രൻ, മനോജ് കുമാർ, കല്യാട്ട് പ്രേമൻ, കരുവാങ്ങണ്ടി ബാലൻ, N ധനഞ്ജയൻ, TP അനന്തൻ മാസ്റ്റർ, ജയചന്ദ്രൻ കരിയാട്, ഹരീഷ് കടവത്തൂർ, KP റിനിൽ, M ശ്രീജ, ചന്ദ്രിക പതിയന്റെവിട, ചീളിൽ ശോഭ, സജീന്ദ്രൻ പാലത്തായി, MK രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് മണ്ഡലത്തിന്റെ 100 കേന്ദ്രങ്ങളിൽ പ്രഭാതവേരി മുഴക്കി പതാക ദിനം ആചരിക്കുകയും ചെയ്തു. സമഗ്ര ന്യൂസ്, പനൂർ.